കുഴക്കട്ടയ്ക്ക് ആദ്യം നമ്മൾ ദേ ഇവിടെ അല്ല വെള്ളം ഉരുക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് അരിച്ചൊഴിക്കാവേ. ദേ നമ്മള് വെള്ളം അരിക്കുകയാണ്. ഇത് അരിക്കണ എന്താ വെച്ചാല് ദേ ലാസ്റ്റ് കാണാം, ഇതിൽ ഫുള്ള് വേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പോഴും അരിക്കണം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് അല്ല മോനെ, മണ്ണും പൊടിയൊക്കെ. ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് തേങ്ങ ഇടണം. വെള്ളമല്ല, വെള്ളത്തിലേക്ക് ചിരകി വെച്ച് തേങ്ങ ഇതൊന്ന് ഇത് നമുക്ക് ഇനി നല്ല വരട്ടി ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നല്ല വരട്ടി എടുക്കണം. നമ്മളതിൽ കുറച്ച് ജീരകവും ഏലക്കായും ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് നമുക്ക് നല്ല വരട്ടി എടുക്കാം. ഇത് തിളയ്ക്കുമ്പോ ഇതില് ബബിൾസ് വരുന്നുണ്ട്. അതാണ് മണിക്കൂട്ടൻ പറഞ്ഞത്. നല്ല ഇതിന് വറ്റി വരണ്ട് വരണം. നല്ല ടേസ്റ്റ് ആയിരിക്കും മോനെ. തിന്നാൻ കൊതിയാവുന്നുണ്ട്. നമുക്കപ്പോ ഇതിനെ ഫില്ല് ചെയ്യാം. ഉണ്ട ഉരുട്ടി ഉണ്ടയിലേക്ക് ഇട്ടു. മണിക്കുട്ടൻ ഇത് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഇച്ചിരി എടുത്ത് അവന് വായിൽ വെച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ട് മോനെ. എങ്ങനെയുണ്ട്? ദേ ഉണ്ട ഉരുട്ടി ഫില്ല് ചെയ്ത് അതിലേക്ക് വെച്ചു, ഇഡലി ചെമ്പിലേക്ക് വെച്ചു. നമ്മളിനി ഇത് മൊത്തത്തിൽ ഈ മാവ് മുഴുവനും ഇതിട്ട് ഫില്ല് ചെയ്തിട്ട് ഇഡലി ചെമ്പിൽ വെച്ച് ആവിയിൽ പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഞങ്ങളപ്പോൾ ഇത് ഉണ്ട ഉരുട്ടി വെക്കട്ടെ. നമ്മളപ്പോൾ ഇത് അടുപ്പിലേക്ക് ഇഡലി ചെമ്പ് വെക്കാൻ പോവുകയാണ്. ഉണ്ടയെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലത് ലീക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല വേവട്ടെ. വെന്തിട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. വാവ്, പാത്രം പൊന്തിച്ച് ചൂടായതുകൊണ്ട് ഒരെണ്ണം പൊട്ടിപ്പോയി. ഇനി അടുത്ത് നമുക്ക് എടുക്കാം. നമ്മുടെ കൊഴക്കട്ട ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൂസാണ്. അത് മുറിച്ച് കഴിച്ചു നോക്ക് അപ്പു, എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടുണ്ടാവും. നല്ല ചൂടാണ്. പതുക്കെ കൈ കൊണ്ട് എടുത്ത് കഴിച്ചേ. ഊത്. മാമന് ഊതി കൊടുക്കുക. അടിപൊളിയാണോ? ഇതിനെ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇതിൽ ഫില്ല് ചെയ്ത സാധനമൊക്കെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് പിച്ചൂടാ? സൂപ്പറല്ലേ? അപ്പം നമ്മളിങ്ങനെ ഈ വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പം സാധാ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇനി എന്താ പറയാനുള്ളത്? അതിന് മുമ്പ് എന്താ പറയണ്ടേ? എല്ലാവരും വീഡിയോ കാണണം.